ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ മിക്കി 70 എന്ന് പറഞ്ഞിട്ട് ഒരു സൈഫൈ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മൂവി നിങ്ങൾ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു മൂവി മിസ് ചെയ്യരുത്. അതേപോലെ തന്നെ ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യോ ഇല്ലേ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പൊ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ 2054 നെഫിയലോ എന്ന് പറഞ്ഞൊരു ഗ്രഹമാണ് കാണിക്കുമ്പോൾ അവിടെയുള്ള ഒരു വലിയ ഐസ് കുഴിയില് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള മിക്കി എങ്ങനെ ആ ഒരു കുഴിയിൽ വന്ന് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് കണ്ണൂർന്ന് നോക്കുമ്പോഴത്തേക്കും തന്റെ ദേഹം മുഴുവനായിട്ടും തണുത്തുറയാൻ തുടങ്ങാണ്. അതുമല്ല അവന്റെ സ്യൂട്ടുണ്ട്, അതാണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്യൂട്ടാണ്. ആ ഒരു സ്യൂട്ടിന്റെ എനർജിയും തീരാറായി. അതുപോലെ തന്റെ കൈയും കാലും എല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാതെ താൻ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുഴിയുടെ മുകളിലായിട്ട് ഒരു സ്പേസ് ഷിപ്പ് വന്നിറങ്ങുന്നു. ഇത് കാണുമ്പോൾ ഹേയ് ടീമു, നീ വന്നോ, എന്തായാലും നീ എന്നെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു സ്പേസ് ഷിപ്പിൽ വന്നത് മിക്കിയുടെ സുഹൃത്താണ്. അങ്ങനെ ഇവന്റെ ആ ഒരു സുഹൃത്തായാലും പെട്ടെന്ന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ടാണ്, ഹേയ് മിക്കി, നീ ഇതുവരെ മരിച്ചില്ലേ, ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ശരി, ഞാനിപ്പോ താഴേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് ഒരു കയറും എടുത്ത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഹീറോ ആയാലും എന്തായാലും ഒരുത്തനെങ്കിലും എന്നെ രക്ഷിക്കാനുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അവനിപ്പോ ഹീറോയുടെ അടുത്തേക്ക് വരാതെ സൈഡിലൊരു അവന്റെ തോക്ക് കിടപ്പുണ്ട്. ആ ഒരു തോക്ക് എടുത്ത് വെച്ചിട്ട് അവൻ പോകാനായിട്ട് വരുമ്പോ ഹീറോ ചോദിക്കുന്നത്, ഏയ് നീ അപ്പൊ എന്നെ രക്ഷിക്കാനല്ലേ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോ അവൻ പറയും, മിക്കി നിനക്ക് തന്നെ അറിയാലോ, താഴെ വീണ് കിടക്കുന്ന നിന്നെ എന്തായാലും രക്ഷിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല. അതുമല്ല ഈ മരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് നിസ്സാരമല്ലേ, ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ നാളെ എന്തായാലും ജീവനോടെ തിരിച്ചു വരും. അവരെന്തായാലും നിന്നെ ക്ലോൺ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ആ ഒരു കാര്യം നിനക്ക് ഒരിക്കലും പുതിയ കാര്യമല്ല. അതുകൊണ്ട് നിനക്കത് ഒരിക്കലും പുതിയ കാര്യമല്ല എന്നറിയാം. അല്ല, പോകുന്നതിന് മുന്നേ ഒരു കാര്യം, നീ എത്രാമത്തെ തവണയാ മരിച്ച് ജീവിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും 17. എത്രയോ 16? ഇല്ല 17. ഇനി 18ാമത്തെ തവണയും ഞാൻ ഇതുപോലെ തന്നെ മരിച്ച് ജീവിക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രണ്ട് ഇപ്പോ മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു സ്പേസ് ഷിപ്പും കൊണ്ട് അവിടെ നിന്നങ്ങ് പോവാണ്. അപ്പോഴേക്കാണ് ഈ ഒരു മഞ്ഞുമലയിലെ ഒരു വലിയ മൃഗം താമസിക്കുന്നുണ്ടായിരുന്നു. അത് ഹീറോയെ കാണുന്നതും പെട്ടെന്ന് താഴേക്ക് അത്രയും വലുതാണ്. പെട്ടെന്ന് ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഹീറോ വിചാരിക്കും, ഓക്കെ, ഈ ഒരു മഞ്ഞിൽ വിറച്ച് ചാവുന്നതിനെക്കാട്ടി നല്ലത് ഇതെങ്കിലും അതിന്റെ ഭക്ഷണമായിട്ട് തിന്നട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയുടെ ക്ലോണിനെ ഇവരിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. വേറൊന്നുമല്ല, ഈ ഒരു പേപ്പർ വെച്ചിട്ട് കോപ്പിയൊക്കെ എടുക്കുമല്ലോ, അതുപോലെ ഹീറോ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുത്തൊരു ക്ലോണിനെ ഇവർ ഉണ്ടാക്കിയെടുക്കും. അതുമല്ല, ഹീറോ മരിക്കുന്നതിന് മുന്നേ തന്നെ അവന്റെ മെമ്മറീസ് എല്ലാം ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ മരിക്കുന്നത് വരെയുള്ള ആ ഒരു മെമ്മറി എല്ലാം ഈ ഒരു പുതിയ ക്ലോൺ ഉണ്ടല്ലോ അതിന്റെ തലയ്ക്കുള്ളിലേക്ക് കയറ്റിയിട്ട് വീണ്ടും അവനെ പഴയതുപോലെ തന്നെ കൊണ്ടുവരും. ഇതാണിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഹീറോ ഏകദേശം ഒരു 16 തവണ ഇതുപോലെ മരിച്ച് ജീവിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ തവണയും മരിച്ചു പോകുന്നു, പിന്നെയും ജീവിച്ചു വരുന്നു. മരിക്കുമ്പോഴത്തേക്കും അറിയാലോ, ഓരോ സാഹചര്യത്തിലായിരിക്കും മരിക്കുന്നത്. അത്രയും വേദന സഹിച്ചെല്ലാം വേണം മരിക്കാനായിട്ട്. ഇപ്പൊ ഇത്രയും കൊടൂരമായിട്ടുള്ള കാര്യം ഇതൊരു ജോലിയായിട്ട് തന്നെയാണ് ഹീറോ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ് എന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു ഫ്ലാഷ് ബാക്ക്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോയുടെ സുഹൃത്തായുള്ള ടീമുണ്ടല്ലോ, അവന് ഹീറോയും കൂടി ചേർന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി വലിയൊരു ഹോട്ടൽ തുടങ്ങാം. അതിലൂടെ നമുക്ക് എന്തായാലും രക്ഷപ്പെടാന്നെല്ലാം പറഞ്ഞ് ആ ഒരു ഹോട്ടൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു റൗഡിയുടെ കയ്യിൽ നിന്നും ഒരുപാട് പണം കടം വാങ്ങിയിരുന്നു. അങ്ങനെ ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് പൊളിഞ്ഞുപോയി. ഇനി എന്തായാലും വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യുവമാര് കടന്നു ഓടുന്നു. പക്ഷെ അവന്മാര് വെറുതെ വിടോ, പുറകെ തന്നെ വന്ന് എന്തോ ഒരു ബാൾ ഉരുട്ടിവിട്ട് എന്തോ ഒരു പ്രത്യേകതര ഷോക്ക് ഇവർക്ക് കൊടുത്തിട്ട് രണ്ടുപേരെയും പിടിച്ച് ഒരു വയസ്സായിട്ടുള്ള ഒരാളുടെ മുന്നിലേക്ക് കൊണ്ടിങ്ങനെ ഇരുത്താണ്. എന്നിട്ടാണ് ആ ഒരു അപ്പൂവൻ പറയുന്നത്, പണവും വാങ്ങിയിട്ട് അത് തിരിച്ചു തരാൻ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ പറ്റിക്കാൻ നോക്കുന്നല്ലേ. ശരി, ദേ അവനെ നോക്ക്, നിങ്ങളെപ്പോലെ തന്നെ പണം വാങ്ങിയിട്ട് അത് തിരിച്ചു തരാൻ കഴിയാതെ മറ്റൊരു നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചവനാണ്. അവനിപ്പോ എന്താ സംഭവിക്കാന്നറിയോ എന്നും പറഞ്ഞിട്ട് ജീവനോടുള്ളപ്പോ തന്നെ അവന്റെ കൈയും കാലെല്ലാം മെഷീൻ വെച്ച് കട്ട് ചെയ്തിങ്ങനെ എടുക്കുന്നു. ഇത് കണ്ട് ഹീറോയും അവന്റെ സുഹൃത്ത് നല്ലതുപോലെ പേടിയും. എന്നിട്ടാണ് ആ ഒരു അപ്പൂവൻ പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് നാളെ ഞാൻ എന്തായാലും സമയം തരാം. അതിനുള്ളിൽ ആ ഒരു പണം തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും ഇതായിരിക്കും. ഇല്ല, ഇനി പണം തരാനായിട്ട് ഒരു ഉദ്ദേശവും ഇല്ല. ഈ ഒരു നാട് വിട്ട് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ട് എന്നെ പറ്റിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ എവിടെ പോയാലും ഞാൻ പുറകെ വന്ന് നിങ്ങളെ കണ്ടുപിടിച്ച് കൊന്നിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും വെറുതെ വിടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിയിൽ കിടന്ന് കറങ്ങിയാലല്ലേ നീയൊക്കെ എന്നെ കണ്ടുപിടിക്കൂ, ഞാൻ ഈ ഒരു ഗ്രഹം വിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോയാൽ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഇവര് രണ്ടുപേരും മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്നെ ഫില്ല് ചെയ്യാണ്. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ മാത്രമല്ല, ഹീറോയെ പോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഷെടാ, അപ്പൊ ഇവന്മാരെല്ലാവരും നമ്മളെ പോലെ തന്നെ കടം വാങ്ങിയവരാണോ എന്ന് ഹീറോയുടെ മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഹീറോ നമ്മുടെ ഭൂമി വിട്ടിട്ട് പോകാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. മനുഷ്യൻ ജീവിക്കുന്ന ഈ ഒരു ഗ്രഹം, നമ്മുടെ ഭൂമി, അതിനിപ്പോ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴെല്ലാ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ എന്തായാലും ഭൂമി ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന മറ്റൊരു ഗ്രഹം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഇവർ ഈ ഒരു കാര്യം ചെയ്യുന്നത്.
പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു പ്രശ്നം. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു സ്കില്ല് വേണം. പക്ഷെ ഈ ഒരു രണ്ട് കാര്യം നമ്മുടെ ഹീറോയ്ക്കില്ല. പക്ഷെ അവിടെയാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ എക്സ്പാൻഡബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷനിൽ ഹീറോ എക്സ്പാൻഡബിൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജോലിയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് അവിടെയുള്ള ആ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവളായാലും ഇത് നോക്കിയിട്ട് ഏയ് നീ ഈ ഒരു ജോലി എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ഇതിലെ പേര് കൊടുത്തിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ആ ഒരു ജോലിക്ക് ഒരു സ്കില്ലും ആവശ്യമില്ല, ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷെ ഇവിടെയുള്ള ആരും ആ ഒരു ജോലിക്ക് മാത്രം ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ലേഡി ഇങ്ങനെ ഹീറോയോട് ചോദിക്കുന്നത്. ആ ഒരു കാര്യം ഇപ്പൊ ഹീറോ ആലോചിച്ചിട്ട് അന്ന് വല്ലോ ഞാൻ ഈ ഒരു ജോലിയെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫോം കൊടുക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോ ആണ് വിട്ട് പഠിക്കാത്ത ഒരു സ്കില്ലും ഇല്ലാത്ത ഒരാള്. പക്ഷെ ഹീറോയുടെ സുഹൃത്താണെങ്കിൽ അവൻ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയിലെ മറ്റൊരു നല്ല ജോലിയാണ് അവന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഹീറോ ആയാലും നേരെ ആ ഒരു ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡി അടുത്തുള്ളൊരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇവന്റെ ബോഡി എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്, ആ ഒരു ക്ലോണിങ് ചെയ്യുന്ന മെഷീൻ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കാണ്. ഇപ്പൊ മരിച്ചുപോയ ഒരാളുടെ ശരീരം അവിടെ വലിയൊരു ബർണർ ഉണ്ട്, അതിനകത്തിട്ട് കത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി വെച്ചിട്ട് അയാളുടെ ശരീരം വീണ്ടും ക്ലോൺ ചെയ്തെടുക്കും. അതുപോലെ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഹീറോയുടെ ബോഡിയുടെ ഫുൾ സ്കാനും ഇവർ എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ അവന്റെ ശരീരം മുഴുവനായിട്ടും സ്കാൻ ചെയ്ത് അത് കഴിഞ്ഞ് അവന്റെ മെമ്മറീസ് എല്ലാം ഇവർ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കും. അത് കഴിഞ്ഞിട്ട് അവന്റെ ശരീരത്തിലേക്ക് ഒരു പച്ച നിറത്തിലുള്ള ഒരു മരുന്നും കുത്തിവെക്കും. അങ്ങനെ കുത്തിവെക്കുമ്പോഴത്തേക്കാണ് അവന്റെ ഒരു പഴയ കാര്യം അവനിങ്ങനെ ഓർമ്മ വരുന്നു. ഹീറോ കുട്ടിയായിരിക്കുമ്പോൾ അവന്റെ അമ്മയോടൊപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് വില കൂടിയ ഒരു കാറാണ്. അതുപോലെ ഹീറോ കുട്ടിയായതുകൊണ്ട് തന്നെ ഈ ഒരു കാറിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ ആ ഒരു കാറിലുള്ള ചുവന്ന ബട്ടൺ അവൻ അറിയാതെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു കാറിനെ നിയന്ത്രണം വിട്ട് ആ ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് അതിൽ അവന്റെ അമ്മ മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ വീണ്ടും ആലോചിച്ച് ഹീറോ നല്ലതുപോലെ കരയുന്നു. കാരണം അവനാണല്ലോ അവന്റെ അമ്മ മരിക്കാൻ കാരണം. അങ്ങനെ കരയുമ്പോഴത്തേക്കാണ് ഒരു പെണ്ണടുത്തേക്ക് വന്നിട്ട് അവളുടെ പേര് കാന്നാണ്. ഹീറോയുടെ തലയിലേക്ക് ഒരു തോക്ക് വെച്ച് ഓക്കെ ഈ ഒരു ജോലി നീ ചെയ്യുന്നതിന് മുന്നേ മരിക്കുക എന്നുള്ളത് ഒരു സാധാരണ വിഷയമായിട്ട് നീ മാറ്റണം. കാരണം വീണ്ടും വീണ്ടും മരിച്ച് നീ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു തോക്കെടുത്ത് അവന്റെ തലയിലേക്ക് വെച്ച് അവൻ തന്നെ സ്വയം ഷൂട്ട് ചെയ്ത് മരണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് എന്താണ്, വീണ്ടും അവന്റെ ശരീരം ക്ലോൺ ചെയ്തെടുത്തിട്ട് അവന്റെ മെമ്മറീസ് ഇവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു മെമ്മറി അവന് കൊടുത്ത് അവനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പൊ കാണിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഈ ഒരു സ്പേസ് ഷിപ്പ് മറ്റൊരു ഗ്രഹം നോക്കി ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഷിപ്പിൽ മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഹീറോയ്ക്കായാലും അതേപോലെ തന്നെ മറ്റുള്ളവർക്കായാലും കഴിക്കാനുള്ള ആഹാരം ഉണ്ടല്ലോ അത് കുറച്ച് കുറവാണ്. ഓരോരുത്തർക്കും ഓരോ അളവുണ്ട്, അതും അത്ര ടേസ്റ്റ് ഉള്ളതൊന്നുമല്ല. അതുപോലെ അധികം വിശന്നിട്ട് ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഹീറോ ആയാലും അതുപോലെ ഒരു പീസ് എടുക്കുമ്പോൾ അവന്റെ പേര് പറഞ്ഞിട്ട് അവൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ മൈക്കില് ഒരധിക പീസ് അവൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ വിളിച്ചു പറയും. എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യുന്നത് പോലെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോഴേക്കാണ് ഇതെല്ലാം നടത്തുന്ന മാർഷൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരാളും അവന്റെ ഭാര്യയും ഇതിനകത്തേക്ക് വരുന്നത്. എല്ലാവരെയും കണ്ടിട്ട് അവരോട് ചോദിക്കും, എന്തു പറ്റി, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ, ആഹാരം കുറവാണോ? ഓക്കെ, ആരും പേടിക്കണ്ട, ഒട്ടും വിഷമിക്കാൻ വേണ്ട, ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ആ ഒരു ഗ്രഹത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഇത് സഹിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം, പുതിയൊരു ജീവിതമായിരിക്കും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആ ഒരു ഗ്രഹം എത്തുന്നത് വരെയും ഒരു കാരണവശാലും ആരും ഇഷ്ടപ്പെടാനോ അതേപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഈ ഒരു സ്പേസ് ഷിപ്പിനകത്ത് ലീഗലായിട്ടുള്ള ഒരു കാര്യമല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നതും ഹീറോ ഇപ്പോൾ എല്ലാരെയും വെറുത്ത് തന്റെ ജോലി തന്നെ ഇഷ്ടപ്പെടാതെ ഇതിനകത്ത് ഇരിക്കുന്നത്. പക്ഷെ അവൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ഇരിപ്പുണ്ട്. ഇവര് രണ്ടുപേരും ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് പതിയെ അടുത്തേക്ക് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കും. പക്ഷെ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ രണ്ടുപേർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് ഇവരെന്തൊരു കാര്യമാണോ ചെയ്യരുതെന്ന് പറഞ്ഞത് ആ ഒരു കാര്യം തന്നെ ഇവർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മുടെ ഹീറോയ്ക്ക് എന്ത് ജോലിയാണോ കൊടുത്തിട്ടുള്ളത് അതിപ്പോ അവർ ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യര് എലിയെ വെച്ച് ടെസ്റ്റ് ചെയ്യുമല്ലോ, അതുപോലെ എലിക്ക് വരെ നമ്മുടെ ഹീറോ, അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ കാണിക്കുമ്പോഴായാലും ഒരു കാറിനകത്ത് ആ ഒരു കാർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഒരു പാവയെ വെച്ച് കാർ ഓടിച്ച് തകർക്കുമല്ലോ, അതുപോലെ ആ ഒരു പാവയ്ക്ക് പകരം നമ്മുടെ ഹീറോയാണ് കാറിനകത്ത് വെച്ച് ഇവരെ ടെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്പേസ് ഷിപ്പിന് വെളിയിൽ ഹീറോയെ പറഞ്ഞു വിടാണ്. കാരണം അവിടെയുള്ള എന്തോ കേടായിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹീറോ ആയാലും വെളിയിലേക്ക് വന്ന് വയറെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ഏയ് ഇവിടെ എല്ലാം ശരിയാണല്ലോ, പിന്നെന്താ എന്നെ വെളിയിലേക്ക് വിട്ടേന്ന് ചോദിക്കുമ്പോൾ ഇല്ല മിക്കി, അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഷിപ്പിനടുത്തേക്ക് ഇപ്പോൾ ഒരു വലിയ നക്ഷത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നക്ഷത്രത്തിന്റെ വെളിച്ചം, റേഡിയേഷൻ ഇതെല്ലാം നമ്മുടെ ഷിപ്പിനെ ബാധിക്കോ ഇല്ലയോ, ഒരു മനുഷ്യനെ കൊണ്ട് അത് താങ്ങാൻ കഴിയോ, ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ വെളിയിലേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്, ആ ഒരു നക്ഷത്രത്തെ നോക്കി അങ്ങനെ തന്നെ ഇരിക്കും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആഹാ, ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും നമ്മുടെ ഹീറോ വെളിയിലേക്ക് വരത്തില്ലായിരുന്നു. പക്ഷെ എന്തു പറയാനായിട്ട്, നമ്മുടെ ഹീറോയുടെ ജോലി തന്നെ അതല്ലേ, മരിക്കുക, ക്ലോണായിട്ട് തിരിച്ചു വരിക, വീണ്ടും എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുക, മരിക്കുക, ഇത് തന്നെ. അപ്പോഴേക്കാണ് ഹീറോ മൈൻഡ് വോയിസിൽ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിലെ ലാബില് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു തവളയെ വെച്ച് കീറി മുറിച്ച്
നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. അന്ന് ആ ഒരു തവളയുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി ആ ഒരു തവള എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ അതിന്റെ പ്രാക്കായിരിക്കാം എനിക്കിപ്പോ കിട്ടിയത്. ഒരുപക്ഷെ ആ ഒരു തവള ഇപ്പോൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സത്യമല്ലേ, ഒരു തവളയെ വെച്ചിട്ട് നമ്മള് ഈ സ്കൂളില് അതിനെ കീറി മുറിച്ച് പഠിക്കുമല്ലോ. അപ്പൊ ആ ഒരു തവളയ്ക്ക് എങ്ങനെയായിരിക്കും? ആ ഒരു സ്ഥാനത്ത് സത്യത്തിൽ നമ്മളാണെങ്കിലോ ചിന്തിക്കാൻ കൂടി വയ്യല്ലേ. അങ്ങനെ ഈ ഒരു രീതിയിൽ തന്റെ ജീവിതം പോകുന്നുണ്ടെങ്കിലും ഹീറോ ഇഷ്ടപ്പെടുന്ന ഹീറോയിൻ ഉണ്ടല്ലോ, അവള് മാത്രമാണ് അവന് ഇത്തിരി ആശ്വാസമായിട്ടുള്ളത്. അതുമല്ല, ഹീറോയിൻ ആണെങ്കിൽ ഈ ഒരു ഷിപ്പിൽ ഒരു പോലീസുകാരിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ കഴിക്കാണ്ട് വന്നിരിക്കുമ്പോൾ രണ്ടുപേരും അടുത്തേക്ക് വന്നിരുന്നിട്ട്, അല്ല മിക്കി, നീ എപ്പോഴും മരിച്ച് തിരിച്ചു വരുന്നു, ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? മരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഇത്തിരി പാവമാണ്. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പുറകെ വന്നിട്ട് അവന്റെ തലയിലേക്ക് ഒരു തോക്ക് വെച്ച്, ഓക്കെ, ഞാനിപ്പോ ഈ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് നിന്നെ ഷൂട്ട് ചെയ്യാം. അപ്പോഴും നിനക്ക് മനസ്സിലാവും മരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന്. ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ നല്ലതുപോലെ പേടിച്ചുപോയി. എന്നിട്ട് ഇവരെല്ലാവരും കൂടി പരസ്പരം കിടന്ന് അടിയുണ്ടാക്കി നല്ല രീതിയിൽ വഴക്കായിട്ട് ഇവരെല്ലാവരും പിടിച്ച് ജയിലടക്കാണ്. കുറച്ചു നാളത്തേക്ക് മാത്രമല്ല, ഒരു ശിക്ഷയായിട്ട്. അങ്ങനെ എല്ലാവരും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ ഒരു ദിവസം ഹീറോ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും വേറൊരു പെണ്ണ് ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിക്കേണ്ടിങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോഴേ ഹീറോയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്ന് അവരൊരു ഉമ്മയും കൊടുത്തിട്ട് ഇത് തന്റെ ആളാണ്, വേറെ ആരും നോക്കണ്ട എന്ന് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ കാണിച്ചിട്ട് അവൾ എഴുന്നേറ്റ് പോകുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ വേറെ ആരും ഹീറോയോട് വന്ന് സംസാരിക്കാൻ പോകുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് വരാനായിട്ടുള്ള ആ ഒരു ഗ്രഹം, മഞ്ഞ് മൂടിയ ആ ഒരു ഗ്രഹത്തിലേക്ക് ഇവര് വരികയാണ്. ഇപ്പൊ അവിടെ വന്നിട്ട് സാധാരണ എല്ലാവരും ഇറങ്ങുന്നത് പോലെ ഇറങ്ങാൻ കഴിയത്തില്ലല്ലോ. അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്നെല്ലാം നോക്കണം. അതിനുവേണ്ടി സാധാരണ അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ ഹീറോയെ അതുപോലെ തന്നെ ഹീറോയെ വെളിയിലേക്ക് ഇറക്കി അവന്റെ ആ ഒരു ഹെൽമെറ്റ് അഴിക്കാൻ പറയും. അങ്ങനെ അവൻ അഴിക്കുമ്പോഴത്തേക്കാണ് കുഴപ്പമില്ല, സാധാരണ രീതിയിൽ അവൻ ശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവൻ തിരിച്ച് ആ ഒരു ഷിപ്പിലേക്ക് കയറുമ്പോഴത്തേക്കും ഓരോ ദിവസം കഴിയും തോറും ഹീറോയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. കാരണം ഈ ഒരു ഗ്രഹത്തിലെ കാറ്റിലെ എന്തോരം വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇവർക്ക് നല്ലതുപോലെ ശ്വസിക്കാൻ കഴിയത്തില്ല. അപ്പോ ആ ഒരു ഗ്രഹത്തിൽ ശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവരുടെ ശരീരം മാറ്റാൻ വേണ്ടി ഇവർ ഒരുപാട് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ ഹീറോയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. അങ്ങനെ ഓരോ തവണയും മരുന്ന് കുത്തിവെക്കും, ഹീറോയെ വെളിയിലേക്ക് അയക്കും, അവൻ മരിക്കും, തിരിച്ചു വരും, വീണ്ടും അടുത്തത് കുത്തിവെക്കും, പറഞ്ഞുവിടും, മരിക്കും, തിരിച്ചു വരും. ഇങ്ങനെ ഒരു 10-12 തവണ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ഇത്ര തവണ മരിച്ചതിന് ശേഷമാണ് കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് അവർ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഹീറോയെ വെളിയിലേക്ക് പറഞ്ഞു വിട്ട് ഇത്തവണ എന്തായാലും അവൻ ആ ഒരു മാസ്കും വേണ്ട, ശ്വസിക്കാനായിട്ടുള്ള ഓക്സിജൻ വേണ്ട, മനുഷ്യര് ഭൂമിയിൽ എങ്ങനെ ശ്വസിക്കും അതുപോലെ തന്നെ ഈ ഒരു ഗ്രഹത്തിൽ ശ്വസിക്കാൻ കഴിയും. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരിപ്പോ ഈ ഒരു ഗ്രഹത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ ഈ ഒരു ഗ്രഹത്തിൽ ഡേഞ്ചർ ആയിട്ടുള്ള മൃഗങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയോടൊപ്പം ഒരു 3 പേരെ കൂടി പറഞ്ഞു വിടാണ്. അങ്ങനെ ഇവരെല്ലാവരും ഈ ഒരു മഞ്ഞുമലയിലൂടെ നടന്ന് ഒരു വലിയ ഗുഹ കണ്ടുപിടിക്കും. അതിനുള്ളിലൂടെ ഒരു ചെറിയ തുരങ്കമുണ്ട്. അതിനകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും ഇവരുടെ കൂടെ വരുന്ന ഒരു പെണ്ണ് അറിയാതെ അടുത്തുള്ളൊരു കുഴിയിലേക്ക് വന്ന് വീഴും. പക്ഷെ വലിയ കുഴിയൊന്നുമല്ല, ചെറിയൊരു കുഴി. അങ്ങനെ അവളായാലും വേണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അടുത്തായിട്ട് ചെറിയൊരു ഹോളുണ്ട്. അത് കാണുമ്പോഴത്തേക്കാണ് ഈ ഒരു പെണ്ണ് അതെന്താണെന്നറിയാൻ വേണ്ടി അടുത്തേക്ക് നടന്നു ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടല്ലോ ഒരു വലിയ മൃഗം ഹീറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന അതിന്റെ ഒരു കുഞ്ഞായിരുന്നു. പെട്ടെന്ന് ഈ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് അതിന്റെ ഒരു കുട്ടി പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളെ കടിക്കാനായിട്ട് വരുമ്പോൾ ഇവള് പേടിച്ചിട്ട് അയ്യോ എന്നും പറഞ്ഞ് ആ ഒരു കുഴിയുടെ മുകളിലേക്ക് ചാടി കയറുമ്പോഴത്തേക്കും ഇവളുടെ തലയുടെ മുകളിലായിട്ട് വേറൊരു മൃഗം ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഈ പെണ്ണ് മുകളിലേക്ക് ഷൂട്ട് ചെയ്തെടുക്കും. പക്ഷേ അത് സാധാ പാറയൊന്നുമല്ല, വലിയ മഞ്ഞായതുകൊണ്ട് ഈ ഒരു മഞ്ഞ് തകർന്ന് വീണ് ഈ ഒരു പെണ്ണ് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും തിരിച്ച് ആ ഒരു ഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കാണ് മാർഷൽ ഉണ്ടല്ലോ, അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഹീറോയെ നല്ലതുപോലെ വഴക്ക് പറയും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയ്ക്കാണ് മരിച്ചിട്ട് ജീവിക്കാനുള്ള ആ ഒരു ജോലി കൊടുത്തിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ആ ഒരു പെണ്ണിനെ മരിക്കാനായിട്ട് വിട്ടിട്ട് നീ എന്ത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു, അതിന് പകരം നിനക്ക് മരിച്ചാൽ പോരായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഹീറോയെ നല്ലതുപോലെ വഴക്ക് പറയും. കാരണം അതിനു വേണ്ടിയിട്ടില്ല ഇവന് പണമെല്ലാം കൊടുത്ത് ഈ ഒരു ജോലിക്ക് തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ ഹീറോയോട് പറയും, ശരി, നിനക്ക് ഇനി അടുത്ത 12-13 മണിക്കൂറത്തേക്ക് ഈ ജോലി ഉണ്ടാവും. ആ ഒരു ഗുഹയിൽ കണ്ട ക്രീച്ചർ ഉണ്ടല്ലോ, അതിന് എന്തായാലും എനിക്ക് വേണം. കാരണം അതിനെ വെച്ച് എനിക്ക് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. അതിനെ നീ കണ്ടുപിടിച്ചിട്ട് വരണം എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയെ ഒറ്റയ്ക്ക് ആ ഒരു ഷിപ്പിൽ നിന്നും ഇറക്കി വിടുകയാണ്. അങ്ങനെ ഹീറോ ആയാലും പതിയെ ആ ഒരു കുഴിയുണ്ടല്ലോ, ഈ മൃഗങ്ങളൊക്കെയുള്ള അതിനെ അന്വേഷിച്ച് ഒരുപാട് ദിവസം ഇങ്ങനെ നടക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ദിവസം നടന്ന് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു മഞ്ഞ് തകർന്ന് ഹീറോ ആ ഒരു വലിയ കുഴിയിലേക്ക് വന്ന് വീഴുന്നതും. അതിനുശേഷമുള്ള കാര്യമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അവന്റെ ഫ്രണ്ട് രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നു, പിന്നെ രക്ഷിക്കുന്നില്ല, അവൻ തിരിച്ചു പോകുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു കുഴിക്കുള്ളിലെ ആ ഒരു വലിയ ജീവി ഹീറോയെ കണ്ട് അവന്റെ അടുത്തേക്ക് വന്ന് അവനെ കൊല്ലാനായിട്ട് വരുന്നു. ഈ ഒരു കാര്യം വരെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മൃഗം പകരം അതിന്റെ വാല് വെച്ച് അവന്റെ കാലിൽ പിടിച്ചിട്ട് അവനെ വലിച്ചെടുത്ത് അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോ ഹീറോ വിചാരിക്കും, ഷടാ ഇപ്പൊ ഇത് കൊല്ലാതെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കുമ്പോ അതിന്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അതിന്റെ മുന്നിലേക്ക് ഇവനെ ഇട്ട് കൊടുക്കും. അപ്പോഴേക്കാണ് ഹീറോ പറയുന്നത്, ഹോ, അപ്പൊ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊണ്ടുവന്നാണല്ലേ, ശരി, അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊന്നുതാ എന്നുള്ള രീതിയിൽ ഹീറോ മരിക്കാനായിട്ട് കിടക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുട്ടികളും ഹീറോയെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അത് വന്നിട്ട് ഈ ഒരു നായ്ക്കൾ വന്ന് നമ്മളോട് സ്നേഹം പ്രകടിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഹീറോയെ നക്കുകയും അതേപോലെ തന്നെ
അതിലൂടെ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ഈ ഒരു മൃഗങ്ങൾ എന്തായാലും അവനെ ഉപദ്രവിക്കത്തില്ലാന്ന്. എന്നിട്ട് അവസാനം ആ ഒരു മൃഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഹീറോയെ പൊക്കിയെടുത്ത് ഈ ഒരു കുഴിക്ക് മുകളിലേക്ക് കൊണ്ടങ്ങാക്കാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഏയ് എന്നെ അങ്ങനെ വെറുതെ വിടരുത് പ്ലീസ്, എന്നെ കൊല്ലാൻ പറയുമ്പോൾ ഹീറോ പറയുന്നത് അതിന് മനസ്സിലാവോ? ഒരിക്കലുമില്ല. അതെല്ലാം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇനിയിപ്പോ എന്ത് ചെയ്യും? തിരിച്ച് ഷിപ്പിലേക്ക് പോണമല്ലോ. എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു വലിയ പാറയെ തൂക്കിയ ഒരു മെഷീൻ ഹീറോ ഓടി വന്നിട്ട് ആ ഒരു വണ്ടിയിൽ പിടിച്ച് തൂങ്ങി ഇങ്ങനെ കിടക്കാണ്. അത് കഴിഞ്ഞ് ഈ ഒരു വണ്ടി ആ ഒരു സ്പേസ് ഷിപ്പിന്റെ അടുത്തേക്ക് വരുന്നതും ഹീറോ അതിനകത്തേക്ക് കയറിയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പറയാൻ, പോയി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് അവൻ നേരെ അവന്റെ റൂമിലേക്ക് വന്ന് കിടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവന്റെ അടുത്ത് അവനെ പോലെ തന്നെ വേറെടുത്തൻ. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, ഏയ് നീ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, ഞാൻ നിന്റെ ക്ലോൺ, നിന്റെ സുഹൃത്ത് പറഞ്ഞു നീ മരിച്ചെന്ന്, അതുകൊണ്ട് 24 മണിക്കൂർ കഴിഞ്ഞ് എന്നെ അവർ വീണ്ടും ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ മിക്കി 17, ഇപ്പൊ വന്നിട്ടുള്ളത് മിക്കി 18. അതുമല്ല മറ്റൊരു കാര്യമുണ്ട്, ഇപ്പൊ മിക്കി 18 ആണെങ്കിലോ നമ്മുടെ ഹീറോയെ പോലെയല്ല. അവന്റെ സംസാരം, രീതി ഇതെല്ലാം ചെറിയ വ്യത്യാസമുണ്ട്. മിക്കി 17 ആണെങ്കിലേ വളരെ പാവമായിട്ടുള്ള ഒരുത്തനാണ്. പക്ഷേ മിക്കി 18 ആണെങ്കിൽ അത്യാവശ്യം ദേഷ്യമുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ നമ്മുടെ ഹീറോ അവനോട് ചോദിക്കും, അല്ല ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മിക്കി 18 പറയും, ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്, ആരെങ്കിലും ഒരാൾ മരിച്ചേ പറ്റൂ, എന്നെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല, അതുകൊണ്ട് നീ തന്നെ മരിച്ചേക്കാൻ പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഏയ് നീ എന്തായാലും ശരിയായിട്ടുള്ള ഒരാളല്ല, ഈ കാര്യം എന്തായാലും മുകളിൽ പോയി പറയാമെന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഓടുമ്പോഴത്തേക്കും മിക്കി 18 ഹീറോയെ വിടാതെ പിടിച്ചു വെച്ചേക്കാണ്. ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഓടാനായിട്ട് വരുമ്പോഴത്തേക്കും കയ്യിലൊരു ഡമ്പൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഹീറോയുടെ തലയിലേക്ക് ഒരു ഒറ്റയേറ്. അതേസമയം ഒരു ഫ്ലാഷ് ബാഗും കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലോണിംഗ് എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചത് മാർഷൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനാണ്. അവൻ ഈ ഒരു കാര്യം ഭൂമിയിൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാല് ഭൂമിയിൽ അലൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോ ഉണ്ടായിരുന്നു. ആ ഒരു സൈക്കോയുടെ ജോലി എന്താണെന്ന് വെച്ചാല് പാവപ്പെട്ട ഭക്ഷണമൊന്നുമില്ലാതെ തെരുവിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാവരെയും തേടി പിടിച്ച് കൊല്ലുക. അതാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇവനെ പോലെ തന്നെ മറ്റൊരുത്തനുണ്ടായിരുന്നു. അതിൽ ക്ലോൺ ചെയ്തതാരാണ്, യഥാർത്ഥ ആൾ ആരാണെന്ന് പോലീസിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ശേഷം ഇവൻ ചെയ്യുന്നത് പോലെ തന്നെ കൊലകൾ വീണ്ടും വെളിയിൽ നടന്നിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാല് ഈ അലൻ എന്ന് പറഞ്ഞ ഒരു സൈക്കോ കില്ലർ ഉണ്ടല്ലോ, അവൻ സത്യത്തിൽ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ഈ ഒരു ക്ലോണിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവനെ പോലെയുള്ള രണ്ടുപേരെ ക്ലോൺ ചെയ്ത് വെച്ചിട്ടാണ് ഇവൻ പോലീസിനെ രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ പോലീസ് പിടിച്ചോണ്ട് പോയത് ആ ഒരു ക്ലോൺ ചെയ്ത രണ്ടുപേരെ. യഥാർത്ഥ ആ ഒരു സൈക്കോ ആണെങ്കിലോ ഭൂമിയിൽ അലഞ്ഞിരുന്ന് നടക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയ പോലീസ് ആണെങ്കിലോ ഒരു വിധത്തിൽ ആ ഒരു സൈക്കോ കില്ലറെ പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഇതിനെപ്പറ്റി വലിയൊരു ചർച്ചയായിട്ട് ഈ ഒരു ക്ലോണിംഗ് എന്ന് പറഞ്ഞ സംഭവം അത് വലിയ തെറ്റാണ്, ഇതൊരിക്കലും പ്രകൃതിക്ക് ചേർന്ന ഒരു കാര്യമല്ല എന്നെല്ലാം, അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല എന്ന് അധികാരികളെല്ലാം മാർഷലിനോട് പറയുമ്പോൾ മാർഷൽ പറയും, ഓക്കെ, ഭൂമിയിൽ ഈ ഒരു കാര്യം ചെയ്താലല്ലേ തെറ്റായിട്ടുള്ളൂ, മറ്റൊരു ഗ്രഹത്തിൽ വെച്ചാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാൻ പോവാണ്, അവിടെ വെച്ച് ഞാൻ ഈ ഒരു ക്ലോണിംഗ് ചെയ്യും. അതുമല്ല ഇതിൽ പുതിയൊരു കാര്യം കൂടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാളെ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാലേ അയാൾ മരിച്ച് 24 മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്തൊരാളെ ക്ലോൺ ചെയ്തുള്ളൂ. അതേപോലെ തന്നെ ഞങ്ങൾ അറിയാതെ രണ്ടുപേരെ അബദ്ധത്തിൽ വല്ലതും ക്ലോൺ ആയിക്കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ മെമ്മറീസ് ഇല്ലാതാക്കി രണ്ടുപേരെ ഞങ്ങൾ കൊല്ലുകയും ചെയ്യും എന്നുള്ള ഒരു റൂൾ വെച്ചിട്ടാണ് ഈവൻ ആ ഒരു സ്പേസ് ഷിപ്പ് ഭൂമിയിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കഴിയുന്നതും ഇപ്പോ നമ്മുടെ ഹീറോയെ ആ ഒരു ക്ലോൺ ഉണ്ടല്ലോ, അവൻ ഇപ്പോ ഈ ഒരു ബർണറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്ത് ഹീറോ കണ്ണു തുറന്ന് ആ ഒരു ഡമ്പിൽ വെച്ച് ഇവന്റെ തലയിലേക്ക് അടിച്ചിട്ട് ഈ ഒരു ക്ലോണിനെ കൊല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹീറോയെ കൊണ്ട് അത് കഴിയുന്നില്ല. പക്ഷെ ഈ ഒരു ക്ലോൺ ആണെങ്കിലോ പെട്ടെന്ന് ഹീറോയെ വീണ്ടും അടിച്ച് ഈ ഒരു ബർണറിലേക്ക് തള്ളിയിടാണ്ട് ശ്രമിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഡേയ് മിക്കി, നീ എന്നെ കൊല്ലരുത് പ്ലീസ്, നമുക്ക് എന്തായാലും വലിയൊരു ഷിഫ്റ്റ് ഉണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് രണ്ടായിട്ട് വീതിച്ചൂടെ, നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ആ ഒരു ക്ലോൺ ആയിട്ടുള്ള മിക്കി പറയും, ഏയ് നിനക്കെന്താ പേടിയാണോ, നീ ആണെങ്കിൽ ഒരുപാട് തവണ മരിച്ച് ജീവിച്ചതാണല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ഇതിന് മുന്നേ എല്ലാം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ക്ലോൺ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരും, അതെനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. പക്ഷെ ഇത്തവണ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ലല്ലോ, കാരണം എനിക്ക് പകരമായിട്ട് നീയുണ്ട്, അതുകൊണ്ട് ഇത്തവണ മരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അങ്ങനെ അത് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവന്റെ സുഹൃത്തുണ്ടല്ലോ ടീമോ എന്ന് പറഞ്ഞിട്ട് അവൻ ഇതിനകത്തേക്ക് നടന്നു വരുന്നു. ഇത് കാണുമ്പോൾ ഇവര് രണ്ടുപേരും മറ്റൊരിടത്തേക്ക് വന്നിങ്ങനെ ഒളിച്ചിരിക്കും. എന്നിട്ട് ആ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ തന്നെ മിക്കി 18 ഉണ്ടല്ലോ, അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ മിക്കി ചോദിക്കും, അല്ല നിനക്കെന്താ ഇത്ര അവനെ കണ്ടിട്ട് ദേഷ്യം തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ, വേറെന്താ, നിന്നെ രക്ഷിക്കാതെ ആ ഒരു കുഴിയിലിട്ട് നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവനല്ലേ, ഇതുപോലൊരു സുഹൃത്തിന് നിനക്ക് ആവശ്യമാണെന്നെല്ലാം ചോദിച്ചിട്ട് ഇപ്പോൾ മിക്കി 18 നല്ല ദേഷ്യം വന്ന് ഓടിച്ചെന്ന് ആ ഒരു ഫ്രണ്ടിനെ പിടിച്ചിട്ട് ഇടിക്കുകയാണ്. എന്നിട്ട് അവനെ പിടിച്ച് ആ ഒരു ബർണറിലേക്ക് ഇട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് അവിടേക്ക് ഹീറോയിനും വേറൊരുത്തിനും ഇറങ്ങി വരുന്നു. ഇത് കാണുമ്പോൾ മിക്കി അവനെ വലിച്ച് മുകളിലേക്കാക്കിയിട്ട്, ദേ നിന്റെ ടീം വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം അവരോട് പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ, നിന്നെ ഞാൻ കൊല്ലുമെന്ന് ആ ഒരു സുഹൃത്തിനോട് പറയുമ്പോഴത്തേക്കും അവനൊന്നും മിണ്ടത്തില്ല. അങ്ങനെ ഹീറോയിൻ ആയാലും അവിടേക്ക് വന്നിട്ട്, അല്ല മിക്കി നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല ഇവൻ ഈ ഒരു ബർണറിലേക്ക് വീഴാൻ പോയി അവനെ രക്ഷിക്കാമെന്നാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരെല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇപ്പൊ ഹീറോയിൻ ആണെങ്കിലോ അവനെയും കെട്ടിപ്പിടിച്ചിട്ട് രണ്ടുപേരും നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ഇത് കാണുന്ന നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലോ എടാ അത് എന്റെ പെണ്ണാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്
അങ്ങനെ ഇവരോടൊപ്പം തന്നെ ഹീറോ പുറകെ നടന്ന് ഇവരുടെ റൂമിനകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മാർഷൽ ഉണ്ടല്ലോ അവന്റെ ആളുകൾ വന്ന് ഹീറോയെ വിളിച്ചിട്ട് നിനക്ക് ഇന്ന് നമ്മുടെ ബോസ് ഒരു ഡിന്നർ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിനോടൊപ്പം കഴിക്കാന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ചോണ്ട് പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഒരു അതിഥിയെ പോലെ ഹീറോയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്താണെന്ന്. അങ്ങനെ അവിടേക്ക് നമ്മുടെ ഹീറോയെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഡിന്നർ പാർട്ടിയാണ് നടക്കുന്നുണ്ട്. അതിൽ ഹീറോയെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുത്തി നല്ലതുപോലെ അവൻ ആഹാരമെല്ലാം കൊടുക്കുന്നു. അടുത്താണെങ്കിൽ കാന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുരിപ്പുണ്ട്. അപ്പോൾ ഹീറോ ആയാലും ഇത്രയും നല്ല ആഹാരം കിട്ടിയിട്ട് ഒരുപാട് നാളായാലും അതുകൊണ്ട് തന്നെ നല്ലതുപോലെ മൂക്കുമുട്ട കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട മാർഷലിന്റെ ഭാര്യയാണെങ്കിലും മിക്കിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മിക്കി ആഹാരം ഇഷ്ടപ്പെട്ടോ? പിന്നെ ആ ഒരു സോസ് എടുത്ത് നോക്ക്, അത് ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയതാണെന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവ നല്ലതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ ഇവളാണ് സത്യം പറഞ്ഞാൽ ഹീറോയെ ക്ലോണിങ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഛർദിൽ വരുന്നത് പോലെ അവൻ ഛർദിക്കാൻ തുടങ്ങുന്നു. അതേപോലെ തന്നെ അവന് ശരീരം നല്ല വേദന എടുക്കുന്നുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് മാർഷൽ എന്ന് പറഞ്ഞ ആ ഒരു ദുഷ്ടൻ കാണിച്ച വേല എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ നമ്മുടെ ഹീറോ തിന്നത് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ എന്തോ ഒരു മാംസമായിരുന്നു. കാരണം എത്ര നാളെന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു മനുഷ്യരെല്ലാവരും ഈ ഒരു ഗ്രഹത്തിൽ ഭക്ഷണമില്ലാതെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറോയ്ക്ക് ആഹാരം കൊടുത്തത്. അപ്പൊ ഇതും കൂടി മനസ്സിലാക്കുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണുണ്ടല്ലോ കാന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിനക്കൊട്ടും മനസാക്ഷിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവൻ എന്തിനാണ് ഈ അതിഥി എന്നും പറഞ്ഞിട്ട് അവൻ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്? ഇത് വലിയ മോശമുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ മാർഷൽ പറയും, ഏയ് നിന്റെ ജോലി എന്താ? അവനെ ക്ലോൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, അത് മാത്രം നീ ചെയ്താൽ മതി. പിന്നെ അവന് പണം കൊടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ? അവന്റെ ജോലി ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ തലയിലേക്ക് ഹീറോയുടെ വേദന മാറാൻ വേണ്ടി ഒരു മരുന്നെല്ലാം കുത്തിവെക്കുന്നുണ്ട്. പക്ഷേ അവന് വേദനയില്ല ഒരു കുറവുമില്ല. അപ്പോൾ മാർഷൽ പറയും, ഓക്കെ എന്തായാലും ഇവനെ വെച്ചിട്ട് കാര്യമില്ല, ഇവനെ കൊല്ലാന്നും പറഞ്ഞ് തലയിലേക്ക് ആ ഒരു തോക്കെടുത്ത് വെക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പോ അവനെ കൊന്നു കഴിഞ്ഞാലേ എന്തായാലും അവന് തിരിച്ചു വരാൻ കഴിയത്തില്ല. അപ്പോഴേക്കും മാർഷലിന്റെ ഭാര്യ ആ ഒരു രീതിയിൽ അവൻ ആലോചിക്കുമ്പോഴത്തേക്കും മാർഷലിന്റെ ഭാര്യ ഉണ്ടല്ലോ അവര് പെട്ടെന്ന്, ഏയ് നിർത്ത്, നിങ്ങൾ ഇവനെ ഇങ്ങനെ കൊല്ലാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്കെങ്കിലും ഇത്തിരി മനസാക്ഷിയുണ്ട്, അവന് വെറുതെ വിടാൻ പറയുകയാണെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, ദേ അതിനടിയിൽ വില കൂടിയൊരു മാറ്റാണ് കിടക്കുന്നത്, അത് ഞാനങ്ങ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു മാറ്റ് എടുത്ത് കയ്യിലേക്ക് വെക്കും. ശരി ഇപ്പൊ കൊല്ലാൻ പറയുമ്പോൾ എടി ദുഷ്ടത്തി, ഇവൾ ഇങ്ങനെ കാണിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇല്ലല്ല എനിക്ക് വേദനയൊന്നുമില്ല, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി, ഇതെല്ലാം മാറുമെന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു വേദന സഹിച്ചു പിടിച്ച് കാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിപ്പോ ഹീറോയെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ അവന്റെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾക്കാണെങ്കിൽ ഇതിന് മുന്നേ തന്നെ ഹീറോയോട് ഇത്തിരി ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ അവനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിൻ ഉണ്ടല്ലോ അതുകൊണ്ട് അവൻ അതിന് സമ്മതിക്കാതെ, പ്ലീസ് എന്റെ ഗേൾഫ്രണ്ടിനെ ചീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് അവൻ നേരെ അവന്റെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവിടെ നിൽക്കുന്നു. എന്നിട്ട് ഹീറോയെ കണ്ടിട്ട്, ഏയ് 17 ഇത് നീയല്ലേ, എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ബാത്റൂമിൽ നിന്നും മിക്കി 18 ഇപ്പൊ ഇറങ്ങി വരികയാണ്. വേറെ ഒന്നുമല്ല, ഇവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നിരുന്നു. അതുമല്ല ഇവിടെയാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്, മിക്കി 18 അതേപോലെ തന്നെ 17 രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര ലക്കിയാണെന്ന് നോക്ക്, രണ്ട് സ്വഭാവമുള്ള ബോയ് ഫ്രണ്ട്സ്, അതും ഒരേപോലെ ഇരിക്കുന്നവര്, ഒരാളിത്തിരി ദേഷ്യക്കാരനും ഒരാളിത്തിരി പാവവും. ഞാൻ എത്ര ലക്കിയാണ്, ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അവള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരോട് രണ്ടുപേരോടും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ അവൾ ഇവരോട് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടുപേരോട് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാണ്ട് വരുമ്പോഴത്തേക്കും കാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് റൂമിലേക്ക് വന്ന് ഈ ഒരു കാര്യം കാണും. എന്നിട്ട് ഈ ഒരു കാര്യം ഇവിടെ ആ ഒരു ബോസിനോട് പറയാൻ പോകുന്നെന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവളെ പിടിച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ട്, അല്ല നിനക്ക് ഇപ്പൊ എന്താ പ്രശ്നം, നീ ഇപ്പൊ ഈ ഒരു കാര്യം മുകളിലേക്ക് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ റൂൾ അറിയാലോ, ഒരേപോലെയുള്ള രണ്ടുപേരുണ്ടെങ്കിൽ ആ രണ്ട് ക്ലോണിനെയും ഇവർ ഇല്ലാണ്ടാക്കും, പിന്നീട് ഇവരെ രണ്ടുപേരും നമുക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ ആ ഒരു പെണ്ണ് പറയും, ശരി ഞാൻ ഈ ഒരു കാര്യം ഒരിക്കലും അവരോട് പറയത്തില്ല, പകരം എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം, അതിൽ മിക്കി 17 എനിക്കിഷ്ടമാണ്, നീ മിക്കി 18 എടുത്തോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ അതിന് സമ്മതിക്കുന്നില്ല. അവൾ പറയും എനിക്ക് രണ്ടുപേരെയും വേണമെന്ന്. അതേസമയം ഇവിടെ റൂമില് നമ്മുടെ മിക്കിയും അതേപോലെ തന്നെ ഹീറോ ആയിട്ടുള്ള മിക്കി ഇവര് രണ്ടുപേരും എന്തോ ഒരു ചർച്ച നടത്താണ്. വേറൊന്നുമല്ല, മാർഷൽ എന്ന് പറഞ്ഞ അവനാണെങ്കിലോ ഒരു വലിയ പാറ ഈ ഒരു ഗ്രഹത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് അത് രണ്ടായിട്ട് വെട്ടി അതിനകത്ത് ഇവിടെയുള്ള എല്ലാവരുടെ പേര് എഴുതാൻ പോകുന്നു. കാരണം ഈ ഒരു ഗ്രഹം ഇനി മുതൽ ഇവരുടേതാണല്ലോ, അതുകൊണ്ട് അത് അടയാളപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കണ്ട മിക്കി 18 ഉണ്ടല്ലോ അവനാണെങ്കിൽ ഈ ഒരു മാർഷലിനെ കാണുന്നതോറും നല്ല ദേഷ്യം വരികയാണ്. കാരണം ഈ ഒരു ഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ രണ്ടുപേരെയും അവൻ എന്തോരം കഷ്ടപ്പെടുത്തിയെന്ന് നിനക്കറിയാലോ, നിന്നെയാണെങ്കിൽ ഒരുപാട് തവണ കൊന്നു നിനക്കതൊരു ശീലമായി, ഇപ്പൊ കഴിക്കാനെന്നും പറഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോയി വരെ അവ കൊല്ലാൻ ശ്രമിച്ചു. നിനക്കിതെല്ലാം കണ്ടിട്ട് ഒരു കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും അവന്റെ തലയിൽ ഒരു ബുള്ളറ്റ് ഇറക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഒരു തോക്ക് കൊടുത്ത് ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇത് വെളിയിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ആ ഒരു പെണ്ണും കണ്ടിട്ട്, ഹേയ് മിക്കി നീ എന്താ ചെയ്യാൻ പോന്നേ, അയ്യോ അവൻ ബോസിനെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും പുറകെ പോവും. അങ്ങനെ നമ്മുടെ മിക്കിയും ഇവരുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. കാരണം ഇവനെ കണ്ടുപിടിച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹീറോയും കണ്ടുപിടിച്ച് കൊല്ലും. അതേസമയം ആ ഒരു ഹാളിൽ കാണിക്കുമ്പോൾ ആ ഒരു വലിയ പാറയുടെ പീസില്
ഇവരുടെ പേരെഴുതാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ മിക്കി കറക്റ്റ് ആയിട്ട് തോക്കെടുത്ത് അവന്റെ തലയിലേക്ക് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അടുത്തുള്ള ഒരുത്തം കണ്ട് മിക്കി 18 പിടിച്ച് താഴേക്കിടും. എന്നിട്ട് തോക്ക് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ഇവര് മൂന്നുപേരും അകത്തേ കയറി വരുമ്പോഴത്തേക്കാണ് ആ ഒരു കല്ലിന്റെ അകത്ത് നിന്നും ആ ചെറിയ മൃഗം ഉണ്ടല്ലോ അത് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും കണ്ട് പേടിച്ച് പുറകിലേക്ക് ഇങ്ങനെ ഓടാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ആ ഒരു മാർഷൽ പറയും, ആരും പേടിച്ച് പോരുത്, എനിക്ക് ആ ഒരു മൃഗത്തെ വേണം, അതിനെ എല്ലാവരും പിടിക്ക്, മെയിൻ ഡോർ അടയ്ക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയും ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും മാർഷൽ പറയും, ഏയ് നീ എന്താ നോക്കി നിൽക്കുന്നേ, അതിനെ പിടിക്ക്, അതിന് വീട്ടിലെ നിനക്ക് പണം തരുന്നത്, മര്യാദയ്ക്ക് അതിനെ പിടിച്ചോന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ ആയാലും അതിനെ പിടിക്കാൻ വേണ്ടി ഓടി അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു മൃഗം എഴുന്നേറ്റ് നിന്നിട്ട് ഹീറോയെ നോക്കി ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നു, അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെ. പക്ഷെ ഹീറോയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. ഹീറോ പെട്ടെന്ന് അതിനെ പിടിച്ചിട്ട് അടുത്തുള്ള ആ ഒരു ബാഗിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് മിക്കി 18 ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാർഷലിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും നമ്മുടെ ഹീറോ ചാടി വന്ന് മിക്കിയെ പിടിച്ച് താഴെ കിടുമ്പോഴത്തേക്കും ഈ ഒരു ബുള്ളറ്റ് മാർഷലിന്റെ മുഖത്ത് തട്ടി ഒരഞ്ഞിങ്ങനെ പോവും. അതുമല്ല താഴെ വീഴുന്ന ഇവരെ രണ്ടുപേരെയും മാർഷൽ കാണുകയും ചെയ്തു. അപ്പോൾ സെക്യൂരിറ്റി എല്ലാം വന്നിട്ട് ഇവരെ രണ്ടുപേരെ പിടിക്കുമ്പോൾ മാർഷല്, ഓ അപ്പൊ ഇങ്ങനെയാണല്ലോ ഇവിടെ നടക്കുന്നത്, അതുമല്ല ഈ ഒരു പറയലാണ് എന്റെ പേര് എല്ലാവരുടെ പേര് എഴുതാന്ന് പറഞ്ഞിരുന്നത്, അത് നീ തകർത്തു എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ബുള്ളറ്റ് കൊണ്ട ഭാഗത്ത് നിന്നും ഒരു ഹോൾ ഉണ്ടായിരുന്നു. അതിലൂടെ ഒരു മൃഗം ചാടി മാർഷലിന്റെ മുഖത്തേക്ക് വന്നിരുന്നിട്ട് അവനെ എല്ലാം ഉമ്മ വയ്ക്കുന്നത് പോലെ എന്തൊക്കെയോ ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ട് ദേഷ്യപ്പെട്ട് അതിനെ കൊല്ലണം എന്നെല്ലാം പറയുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റികളുണ്ടല്ലോ അവരെല്ലാവരും കൂടി ചേർന്ന് പാവം ആ ഒരു ചെറിയ കുഞ്ഞെന്ന് പോലും നോക്കാതെ അതിനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലാണ്. ആ ഒരു സമയത്ത് ഇവര് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ മൃഗം ഉണ്ടല്ലോ അത് പേടി കാരണം ഇപ്പൊ കരയാൻ തുടങ്ങുമ്പോൾ ആ ഒരു കുഴിയിലുള്ള ഇതിന്റെ അമ്മയ്ക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ട് ഇതെല്ലാം കൂടി മുകളിലേക്ക് വന്ന് ദൂരെയുള്ള ഒരു സ്പേസ് ഷിപ്പിനെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ മൂന്നുപേരെ നമ്മുടെ മിക്കി, നമ്മുടെ ഹീറോ, അതേപോലെ തന്നെ മിക്കി 18, ഹീറോയിൻ, ഇവരെ മൂന്നുപേരെയും ജയിലിൽ അടച്ചിടുമ്പോഴത്തേക്കാണ് അവിടേക്ക് ഇവരുടെ സുഹൃത്ത് വരുന്നു. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഹീറോ ആയാലും, ഏയ് നീ എന്നെ രക്ഷിക്കാൻ വന്നതല്ലേ, പെട്ടെന്നാവട്ടെ എന്നെല്ലാം പറയുമ്പോൾ അവർ സുഹൃത്ത് പറയും, ഓ പിന്നെ ഇപ്പൊ തന്നെ നിന്നെ രക്ഷിക്കാം, ഇന്ന് രാവിലെ ഞാൻ ഡോർ തുറക്കുമ്പോൾ വെളിയിൽ എന്താ കിടന്നെന്നറിയോ, ദേ ഇത് ഈ ഒരു ലെറ്റർ വേറൊന്നുമല്ല, ഭൂമിയിൽ നിന്ന് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയില്ലേ, അയാളുടെ ഒരാള് ഈ ഒരു ഷിപ്പിനകത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനായാലും ഇവിടെ നിന്നും അയാളോട് സംസാരിച്ചിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളുടെ ശരീരം വെട്ടി പീസാക്കി അത് വീഡിയോ എടുത്ത് ഭൂമിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരാളെ വെറുതെ വിടാം എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും മരിക്കാൻ താല്പര്യമില്ല, നിന്നെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്, അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നും പറഞ്ഞിട്ട് ആ ഒരു സുഹൃത്ത് ഇപ്പോ ഹീറോയെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ കൈയെല്ലാം കെട്ടിയിട്ടിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹീറോയിനായാലും അവനോട് പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും നീ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്നെല്ലാം പറയുമ്പോൾ മുകളിൽ നമ്മുടെ മിക്കി 18 ഉണ്ടല്ലോ അവനിപ്പോ ഈ ഒരു വില്ലനോട് പറയും, ഓക്കെ നീ എന്തായാലും അവനെ വെറുതെ വിട്ടേക്ക്, എന്നെ കൊന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സുഹൃത്ത് പറയും, ഓക്കെ അത് നല്ല ഐഡിയ തന്നെയാണ്, എനിക്ക് ആരെങ്കിലും ഒരാളെ ഇപ്പൊ കൊന്നാ മതി എന്ന് പറയുമ്പോൾ മിക്കി 18 പറയും, ശരി അതിനു മുന്നേ എനിക്കിതേ ഈ ഒരു സിഗരറ്റ് വേണം എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരുത്തൻ ഈ ഒരു സിഗരറ്റ് കൊണ്ടുവന്ന് മിക്കി കൊടുക്കാനായിട്ട് വരുമ്പോൾ അവൻ പെട്ടെന്ന് ഇവന്റെ കൈ പിടിച്ച് അകത്തേക്കായിട്ട് ഷോക്ക് കൊടുക്കുന്നൊരു മെഷീൻ ഉണ്ട്, അത് നമ്മുടെ ഹീറോയിനെ എടുത്ത് ഇവന് ഷോക്ക് കൊടുത്ത് പെട്ടെന്ന് ആ ഒരു ജയിലിൽ തുറന്ന് വെളിയിലേക്ക് വന്ന് ആ ഒരു ഫ്രണ്ടിനെ ഇടിച്ച് താഴെ കിട്ടിട്ട് ആ ഒരു കട്ട് ചെയ്ത മെഷീൻ ഉണ്ടല്ലോ അതെടുത്ത് ഈ ഒരു ഫ്രണ്ടിനെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ പറയുന്നുണ്ട്, ഇല്ലല്ല അവനെന്ന് ചെയ്യരുതെന്ന് പറയുമ്പോൾ മിക്കി 18 പറയും, അവൻ പറയുന്ന ഒന്ന് കേൾക്കരുത്, നീ അവനെ കൊല്ല് എന്നാലേ ശരിയാവത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അവനെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഷിപ്പിലെ ചീഫ് അവിടേക്ക് വന്ന്, ഏയ് നീ അവനെ എന്താ ചെയ്യാൻ പോകുന്നേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇപ്പോ ഹീറോയിനെയും അതേപോലെ തന്നെ ഹീറോയും വിളിച്ച് ഇവർ ഈ ഒരു ഷിപ്പിന് വെളിയിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആ ഒരു മൃഗങ്ങളുണ്ടല്ലോ അത് ഈ ഒരു ഷിപ്പ് വളഞ്ഞിങ്ങനെ നിൽക്കുന്നു. അതുമല്ല ഈ ഒരു മൃഗങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര കട്ടിയുള്ള പാറയാണെങ്കിലും അത് തുരന്നില്ലാണ്ടാക്കും. അതുപോലെ ഈ ഒരു മൃഗങ്ങൾ ഇവരുടെ സ്പേസ് ഷിപ്പിനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്പേസ് ഷിപ്പിന്റെ കാര്യം അത്രേ ഉള്ളൂ, നമ്മുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവും എന്ന് പറയുമ്പോൾ ആ ഒരു മൃഗത്തിന്റെ കുട്ടിയെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് കരയുന്ന ശബ്ദം കേൾപ്പിച്ചു കൊടുത്തിട്ട് ഹീറോയിനോട് പറയും, ഈ കുട്ടി കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് അതെല്ലാം ഇവിടേക്ക് വന്നിട്ടുള്ളത്, പക്ഷെ ഇപ്പോ വരെയും അതെന്താണ് ഈ ഒരു ഷിപ്പിന് ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അതിന്റെ താഴ്വശത്തോടെയും ഈ ഒരു മൃഗങ്ങൾ അതിനെ ഫോളോ ചെയ്ത് തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. അത് ആ ഒരു കണ്ണാടിയിലൂടെ അവർക്ക് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും തന്നെ കാണാൻ കഴിയും. അതേസമയം മാർഷലിന്റെ ഭാര്യ അവരൊരു പാചക സൈക്കോ ആണെന്ന് തോന്നുന്നു, കാരണം ഈ ഒരു കുട്ടിയുണ്ടല്ലോ ആ ഒരു കുട്ടിയുടെ വാല് കട്ട് ചെയ്തിട്ട് അത് വെച്ച് മിക്സിയിലിട്ട് അടിച്ച് എന്തോ ഒരു സോസ് ഉണ്ടാക്കാൻ പോകുന്നതെല്ലാം പറയുന്നു ഭ്രാന്തി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ട് ഹീറോസിനെ മാർഷലിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോഴേക്കാണ് മാർഷൽ പറയുന്നത്, ഈ ഒരു ഷിപ്പിലെ നിയമം അറിയാലോ, ഇതുപോലെ 2 ക്ലോൺസ് ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഡേറ്റാസ് എല്ലാം ഇല്ലാണ്ടാക്കി രണ്ടുപേരെയും ഈ ഒരു ബർണറിനകത്തിട്ട് കൊല്ലും, അതാണിപ്പോ ചെയ്യാൻ പോകുന്നത്. അതുമല്ല എന്റെ മുഖത്താണെങ്കിൽ നീ ഒരു പാട് തന്നു, അതുപോലെ നീയും വെച്ചോന്ന് പറഞ്ഞ് ഒരു കമ്പി പഴിപ്പിച്ച് അതെടുത്ത് 18 ഉണ്ടല്ലോ അവന്റെ മുഖത്തേക്കിനെ വെച്ചു കൊടുക്കും. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ആ ഒരു ബർണറിലേക്ക് ഇടാൻ വേണ്ടി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്, ഓക്കെ ഇവരെ രണ്ടുപേരെ നീ കൊല്ലാൻ പോവാണ്, കൊന്നു കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാൻ പോകുന്ന ആ ഒരു യുദ്ധം അത് നീ എങ്ങനെ തടയും, ആ ഒരു ഏലിയൻസിനെ നീ എങ്ങനെ തടയുമെന്ന് ചോദിക്കുമ്പോൾ മാർഷൽ പറയും, അതിനെല്ലാം കൊല്ലാനുള്ള ആയുധം എന്റെ കയ്യിലുണ്ട്,
അതാലോചിച്ച് നീ വിഷമിക്കണമെന്ന് പറയുമ്പോൾ ഓക്കെ നീ എത്രയെന്ന് പറഞ്ഞിട്ട് അതിനെ നശിപ്പിക്കാനാണ്. കാരണം ഹീറോ ആ ഒരു കുഴിയിലേക്ക് വീഴുമ്പോഴത്തേക്കും അവനെ രക്ഷിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു മൃഗമാണ്. ഇപ്പൊ അതിന്റെ ഒരു കുട്ടിയെ നീ കൊല്ലുകയും കൂടി ചെയ്തു, മറ്റൊന്നിനെ പിടിച്ചു വെച്ചേക്കുന്നു. അത് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അതുപോലെയുള്ള ഒരു നല്ല മൃഗത്തിന്റെ കുട്ടി ഇവിടേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് അതെല്ലാം കൂടി ഈ ഒരു ഷിപ്പ് വളഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇത് അവസാനിപ്പിക്കുക ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു കുട്ടിയെ നീ എനിക്ക് താ, ഞാൻ അതിനെ കൊണ്ടുവന്ന് അതിന്റെ അമ്മയുടെ അടുത്ത് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇവിടെ വെച്ച് കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം നിനക്ക് തടയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഓ അത്രയ്ക്ക് കാര്യമാണോ? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാർഷൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കുട്ടിയുടെ ഒരു വശത്ത് ഈ ഒരു കൊങ്കി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് മറുവശത്തുള്ള ആ ഒരു കയർ കൊണ്ടുവന്ന് ഹീറോയിന് മുന്നിലേക്ക് വെച്ചിട്ട് പറയും, ഞാനിപ്പോ 1 2 3 വരെ എണ്ണും, അതിനു മുന്നേ ഞാൻ ഈ ഒരു കയർ വിടും, അപ്പോഴേക്കും നിനക്കത് കടിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു കുട്ടിയെ നിനക്ക് രക്ഷിക്കാം എന്നും പറഞ്ഞിട്ട് 1 2 3 എണ്ണി ആ ഒരു കയർ വിടുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോയിൻ ആ ഒരു കയറിൽ കടിച്ചു പിടിച്ച് ഈ ഒരു കുട്ടിയെ വലിച്ചിങ്ങനെ നിർത്തിയേക്കാണ്. അപ്പോഴേക്കും മാർഷൽ പറയും, അവൾ അങ്ങനെ ഇരിക്കട്ടെ, എന്തായാലും ആ ഒരു കുട്ടിയും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിനെയും നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് കൊല്ലാൻ പോവാണ്. അതുപോലെ ഈ 2 ക്ലോൺസും ഇവന്മാരെ നമുക്ക് കൊല്ലാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ ഒരു ഭാര്യ പറയും, അല്ല രണ്ടുപേരും പെട്ടെന്ന് കൊല്ലാൻ പോവാണോ? എനിക്കൊരാഗ്രഹം, അതൊന്ന് ചെയ്യിക്കാൻ കഴിയോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു കാര്യം പറയുന്നു. അപ്പോഴാണ് മാർഷൽ ഇവരെ രണ്ടുപേരെയും വിളിച്ചു നിർത്തിയിട്ട് അവരുടെ ദേഹത്ത് ബോംബെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അവർക്ക് ഡ്രസ്സെല്ലാം എടുത്തിട്ട് കൊടുത്ത് ഇപ്പൊ രണ്ടുപേരോട് പറയും, ഓക്കെ നിങ്ങൾക്ക് ഒരു ചാൻസ് ഞാൻ തരാം, എന്റെ ഭാര്യയ്ക്ക് ആ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു മൃഗങ്ങളുടെ 100 വാലുകൾ ആവശ്യമാണ്. അതാരാണോ വെളിയിലേക്ക് പോയിട്ട് കൊണ്ടുവരുന്നത് അവർക്ക് ജീവനോടെ ഈ ഒരു ഷിപ്പിൽ കഴിയാം. ആരാണോ കൊണ്ടുവരാത്തത് അവരെ അപ്പോഴും തന്നെ ഞങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. കാരണം രണ്ടുപേരുടെ ശരീരത്തും ഞങ്ങൾ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണോ കൊണ്ടുവരാത്തത് അവരെ ഞങ്ങൾ ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പൊട്ടിത്തെറിച്ചില്ലാണ്ടാവും എന്നുള്ള രീതിയിലൊരു ഓഫർ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്ത് അത് കഴിഞ്ഞ് ഇവരെ രണ്ടുപേരെയും വെളിയിലേക്ക് പറഞ്ഞു വിടാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരും ആ ഒരു ഷിപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഒരു സയന്റിസ്റ്റ് നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഒരു ഡിവൈസ് കൊടുത്തിട്ട് പറയും, ഈ ഒരു ഡിവൈസ് കയ്യിൽ വെച്ചു, കാരണം ഇതൊരു ട്രാൻസ്മിറ്റർ ആണ്. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ആ ഒരു മൃഗം എന്താണ് നിന്നോട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നിനക്കും അതേപോലെ തന്നെ തിരിച്ച് ആ ഒരു മൃഗത്തിനും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ആ ഒരു മെഷീനും കൊടുത്ത് രണ്ടുപേരെയും പറഞ്ഞു വിടുന്നു. അപ്പോൾ രണ്ടുപേരും നടന്ന് ആ ഒരു മൃഗങ്ങൾക്കിടയിലൂടെ അതിന്റെ അമ്മയുണ്ടല്ലോ അതിനടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് ആ ഒരു ഡിവൈസ് വെച്ചിട്ട് ഈ ഒരു മൃഗത്തിനോട് സംസാരിക്കുമ്പോൾ ആ ഒരു മൃഗത്തിന് മിക്കിയുടെ പേര് വരെ അറിയാം. അപ്പോൾ മിക്കി ചോദിക്കും, അല്ല ഇതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ അറിയാം, അതൊരു സീക്രട്ട് ആണ്, പറയാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോ പറയും, വലിയൊരു വിഷവായു വെച്ചിട്ട് നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പോവാൻ പറയുമ്പോൾ അതുകൊണ്ട് പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത്, തിരിച്ച് ആ ഒരു കുഴിയിലേക്ക് തന്നെ പോവാൻ പറയുമ്പോൾ ആ ഒരു മൃഗം പറയും, മനുഷ്യനായിട്ടുള്ള നീ ആ ഒരു കുഴിയിൽ വീണപ്പോൾ നിന്നെ രക്ഷിച്ച് മുകളിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളാണ്, പക്ഷെ നിങ്ങളാണെങ്കിലോ എന്റെ ഒരു കുഞ്ഞിനെ കൊല്ലുകയും കൂടി ചെയ്തു. ഇതാണോ നിങ്ങളുടെ മനുഷ്യന്റെ ആ ഒരു രീതി? അപ്പൊ ഇത് കേൾക്കുന്ന ആ ഒരു മിക്കി 18 ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ചോദിക്കും, ഓക്കെ നിങ്ങളുടെ ഒരു കുട്ടിയെ ഞങ്ങൾ കൊന്നു, രണ്ടാമത്തെ കുട്ടിയെ കൂടി ഞങ്ങൾ കൊന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നാശം നിങ്ങളുടെ എല്ലാവരുടെയും നാശമായിരിക്കും. അല്ലാതെ എങ്ങനെ? എങ്ങനെയാണെന്ന് അറിയണമല്ലേ, ഒരു സാമ്പിൾ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഈ ഒരു മൃഗങ്ങളെല്ലാം കൂടി എഴുന്നേറ്റ് പ്രത്യേകത ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. ആ ഒരു ശബ്ദമാണെങ്കിലോ ഇവർക്ക് രണ്ടുപേർക്കും കേട്ട് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് അത് പറയുന്നത്, ഇതുവരെ സാമ്പിൾ മാത്രമാണ്, കാരണം ഇതുപോലെ ഞങ്ങൾ എല്ലാവരും ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അത് സഹിക്കാൻ കഴിയത്തില്ല, നിങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ വരെ ഒടിഞ്ഞ് നിങ്ങൾ എല്ലാവരും ഇല്ലാണ്ടായി പോവും. ഇതുപോലെ ഞങ്ങൾ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ബാക്കിയുള്ള ആ ഒരു കുഞ്ഞ് അതിനെ മാത്രം നിങ്ങൾ തിരിച്ചു തന്നാലേ ഈ ഒരു പ്രശ്നം ഇതോടെ കഴിയുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓടി വന്ന അവിടെയുള്ള ക്യാമറ ഉണ്ടല്ലോ അതുവഴി സൈൻ ലാംഗ്വേജിൽ ഈ ഒരു കുട്ടിയെ വേണം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാർഷൽ ഉണ്ടല്ലോ മണ്ടൻ, അവനത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അവൻ വിചാരിക്കും, ഓഹോ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ആ ഒരു മൃഗമാണോ നമ്മളാണോ, ഒരു കൈ നോക്കാം എന്നുള്ള രീതിയിൽ കുറെ മെഷീൻസ് ആ ഒരു അമ്മയായിട്ടുള്ള ജീവി ഉണ്ടല്ലോ അതിനടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞു വിടും. അവിടെയാണ് ഈ ഒരു കുട്ടികളെല്ലാം കൂടി ഒരു കാര്യം ചെയ്യുന്നത്. പെട്ടെന്ന് കൂട്ടം കൂട്ടമായിട്ട് ഈ കൂന പോലെ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കയറി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ആ ഒരു അമ്മയുണ്ടല്ലോ അതെവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം അറിയാൻ കഴിയത്തില്ല, ആ ഒരു കൺഫ്യൂഷനിലായി പോവും. അതേസമയം ഇതിനകത്ത് നമ്മുടെ ഹീറോയിൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നതും പെട്ടെന്ന് തന്നെ ചാടി മാർഷലിന്റെ ഭാര്യയുടെ മുകളിലേക്ക് കയറിയിട്ട് അവരുടെ കഴുത്ത് കാലുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇവരോട് പറയുന്നത്, മര്യാദയ്ക്ക് ഇപ്പൊ എന്നെ വിട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലുമെന്ന് പറയുന്നതും. ഇപ്പൊ അവർക്കും വേറെ വഴിയില്ല. അങ്ങനെ ഹീറോയിന്റെ കയ്യിൽ ആ ഒരു വിലങ്ങുണ്ടല്ലോ അതങ്ങ് അഴിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ആ ഒരു കുട്ടീനെയും അവിടെയുള്ള ആ ഒരു ചീഫ് ആ ഒരു കയറിൽ പിടിച്ചിങ്ങനെ വെച്ചേക്കാണ്. അങ്ങനെ ഈ ഒരു കുഞ്ഞിനെ രക്ഷിച്ചിട്ട് പോവാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ ലേഡി പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു കത്തി വെച്ചിട്ട് ചീഫിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ വിട്ട് ആ ഒരു കയറിന്റെ പിടിവിട്ട് അത് താഴേക്ക് വീണ് ഈ ഒരു കുഞ്ഞ് ബർണറിലേക്ക് വീഴാനായിട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഹീറോയിൻ പിടിച്ച് അങ്ങനെ അതിനെ വലിച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ആ ഒരു കുഞ്ഞിനെ എടുത്ത് പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു ലേഡി പറയും, അവളെ തടയി, അവളെ അവിടെ നിർത്താൻ പറയുമ്പോൾ ഈ ഒരു ചീഫും ഷിപ്പിലുള്ള എല്ലാവരും ഈ ഒരു സൈക്കോ ലേഡിയുടെ നേർക്കാണ് തോക്കും ചൂണ്ടിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവർ പറയും, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഈ ഒരു ചീഫ് പറയും, ഇപ്പൊ തെറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്, കാരണം ഇത് നമ്മുടെ ഗ്രഹമല്ല, ഇത് മറ്റൊരു ഗ്രഹമാണ്. ഈ ഒരു ഗ്രഹത്തിലേക്ക് വന്ന് ഈ ഒരു ഗ്രഹത്തിലുള്ള ജീവികളോട് നമ്മൾ പെരുമാറേണ്ട രീതിയിലല്ല ഒരിക്കലും പെരുമാറിയിട്ടുള്ളത്. അവരെല്ലാവരെ കൊല്ലാനാണ് നിങ്ങൾ ശ്രമിച്ചത്, അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ്. അതുപോലെ നിങ്ങളും
നിങ്ങളുടെ ഭർത്താവും കൂടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശിക്ഷ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് എന്തായാലും അവരെ പിടിച്ച് അവിടെ വെച്ചിട്ട് ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഈ മൃഗങ്ങൾക്കിടയിലേക്ക് ഓടി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ മാർഷലിന് ഇപ്പോഴും അതിന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവൻ ആകെ കൺഫ്യൂഷനല്ലേ ഇങ്ങനെ ചുറ്റിനും നടക്കുമ്പോൾ നമ്മുടെ മിക്കി 80 ഉണ്ടല്ലോ, ഇതിന് എന്തായാലും ഒരു അവസാനം കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ട് അവൻ ഓടി വന്ന് മാർഷലിന്റെ ആ ഒരു വണ്ടി അതിലേക്ക് ചാടിക്കയറി അതിനകത്തുള്ള ഓരോരുത്തരായിട്ട് കൊന്നിട്ട് ഈ ഒരു മാർഷലിനെ കൊല്ലാൻ വേണ്ടി അവനോട് ഫൈറ്റ് ചെയ്യാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഈ ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് ആ ഒരു അമ്മയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു അമ്മ അത് പിന്നെ പറയുന്നുണ്ട്, ഒരു കുട്ടീനെ നിങ്ങൾ എന്തായാലും എനിക്ക് തന്നു, പക്ഷെ ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊന്നു, അതിന് പകരമായിട്ട് നിങ്ങളിൽ ഒരാൾ മരിക്കണം, എന്നാലേ ഞാൻ ഇത് നിർത്തത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ മിക്കി 18 എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഒരു മാർഷലിനെ പിടിച്ച് അവിടെ കിടത്തിയിട്ട് ഈ ഒരു ബോംബാണെങ്കിൽ ഇവന്റെ ദേഹത്ത് തന്നെ ഉണ്ടല്ലോ, അതുപോലെ റിമോട്ട് ആണെങ്കിൽ മാർഷലിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് പ്രസ് ചെയ്തിട്ട് വരുമ്പോൾ മാർഷൽ പറയും, ഹേ മിക്കി, നീ ഇപ്പൊ എന്തായാലും ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യരുത്, നമുക്ക് എന്തായാലും ഹീറോയെ കൊല്ലാം, അവനെ കൊന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം, ഇത് സത്യമാണെന്നെല്ലാം പറയുമ്പോൾ മിക്കി 18 ഒരിക്കലും അത് കേൾക്കത്തില്ല. അങ്ങനെ നമ്മുടെ ഹീറോയെ നോക്കിയിട്ട് 18ാം നമ്പറിൽ ഒരു പ്രസ്, അങ്ങനെ ഈ ഒരു വണ്ടി ഉൾപ്പെടെ മാർഷലും മിക്കിയും എല്ലാവരും അവിടെ പൊട്ടിത്തെറിച്ച് ഇല്ലാണ്ടാവുകയാണ്. അതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഇത്രയും നാളും ഒരു സ്വാർത്ഥനാണെന്നുള്ള രീതിയിലാണ് മിക്കി 18 അവൻ കണ്ടത്. പക്ഷെ ഒരിക്കലും അവൻ അങ്ങനെയല്ല, തനിക്ക് വേണ്ടി അവന്റെ ജീവൻ അവൻ ഇല്ലാണ്ടാക്കി. അതുമല്ല ഈ ഒരു അമ്മ മൃഗം ഉണ്ടല്ലോ, അതാണെങ്കിലും ഒന്നിന് പകരം ഇപ്പൊ രണ്ടുപേരും മരിച്ചു. അതുകൊണ്ട് തന്നെ അതായാലും അതിന്റെ എല്ലാ കുട്ടികളെയും വിളിച്ച് വീണ്ടും ആ ഒരു കുഴിക്കുള്ളിലേക്ക് തന്നെ പോവാണ്. ഈ ഒരു ഷിപ്പിനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഈ ഒരു ഷിപ്പിലുള്ള എല്ലാവരും ഈ ഒരു ഗ്രഹത്തിൽ ഇറങ്ങിയിരുന്നിട്ട് ഇപ്പൊ മാർഷൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഷിപ്പ് നിയന്ത്രിക്കാൻ പോകുന്നത് ഹീറോയിനാണ്. അതുപോലെ ഈ ഒരു ഗ്രഹത്തിലേക്ക് ഇവർ വരാനും ഇത്രയും കാര്യങ്ങളിലൂടെ സംഭവിക്കാനും കാരണം ആ ഒരു ക്ലോണിംഗ് എന്ന് പറഞ്ഞ സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ ക്ലോൺ ചെയ്യുന്ന ഓരോ മെഷീൻസ് ആയിട്ട് വെളിയിൽ വെച്ച് അതെല്ലാം ഇവർ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു കാര്യം ഇനി ഒരിക്കലും ഈ ഒരു ഷിപ്പിൽ നടക്കരുതെന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു ജീവികളുള്ള സ്ഥലത്തേക്ക് ചെന്നിട്ട് അതിനോട് ഈ ഗ്രഹത്തിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാണ്. ഇതുപോലെ മനുഷ്യർക്ക് ഈ ഒരു ഗ്രഹത്തിൽ താമസിക്കാൻ കഴിയോ, അതിനുള്ള കാലാവസ്ഥ എങ്ങനെയാണ്, ഈ ഗ്രഹത്തിന്റെ രീതികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. വേറെ ഒന്നല്ല, ഇവർക്ക് എല്ലാവർക്കും ഇനി ഈ ഒരു ഗ്രഹത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോടുള്ള ഒരു ചോദ്യം, ഇതുപോലൊരു ജോലി നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളത് ചെയ്യോ ഇല്ലയോ? എത്ര തവണ വേണമെങ്കിലും മരിക്കാൻ ജീവിക്കാം, മരിക്കാൻ ജീവിക്കാം, ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, ഓരോ തവണയും മരിക്കുമ്പോഴത്തേക്കും ആ ഒരു വേദനയെല്ലാം അതുപോലെ തന്നെ സഹിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ജോലി ഒരു പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യോ ഇല്ലയോ? കാരണം ഒരുപാട് പണവും കിട്ടും. രസകരമായിട്ടുള്ള കമൻറ്റുകൾ എന്തായാലും ഇട്ടേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരയ്ക്കും ബൈ.